كلا إذا بلعت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا വേണ്ടടോ ഇദാ ബലഅത്തി തറാഖിയ റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ് ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്, ചികിത്സ നടത്താൻ ആരുണ്ട്, അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ വദന്ന അന്നഹുൽ ഫിറാഖ് അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്നാണ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടാൻ ആ നേരത്തെ വേദന ഒറ്റക്കാൻ. മയ്യത്ത് വീട്ടിൽ നിന്നിറക്കുമ്പോ ഭാര്യ കരയാണ്, എനിക്ക് നീ ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനീ നീ ആരാ? അവിടെയും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളാണ്. കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാ പുരുഷന്മാരവരുടെ ഷോൾഡറിലൂടെ മയ്യത്തെടുത്ത് വെക്കുമ്പോ സ്വാലിഹായ മയ്യത്ത് പറയുന്നുണ്ട്, കദ്ദിമൂനി എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. നരകാവകാശിയായ മനുഷ്യനാണെങ്കിൽ വിലപിക്കുന്നുണ്ട്, യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ മയ്യത്തുണ്ടോ, പൊന്നുമോനുണ്ടോ, ആ വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയുണ്ട വാപ്പ, ഞാനില്ല കൂടെയെന്ന് സാന്ത്വനം നൽകാൻ. കാരണം ലോകത്തിൽ ഒരാൾ പോലും ആ ശബ്ദം കേൾക്കുന്നില്ല. മനുഷ്യനൊഴികെ എല്ലാ വസ്തുക്കളും കേൾക്കും, മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. ലൗ സമിഅൽ ഇൻസാനു ലസഇഖാ മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടു പോയിരുന്നെങ്കിൽ അവൻ ബോധരഹിതനായി താഴെ വീഴുമായിരുന്നു. ഒറ്റപ്പെടാണ്. കബറിലൂടെ ഇറക്കി വെക്കുമ്പോ കബറെടുക്കുകയാണ്. എന്റെ പൊന്നുമാനെ ഇടുക്കല്ലേ കബറേ എന്ന് പറയാൻ സാധ്യമല്ല, അതറിയാനും സാധ്യമല്ല. പരിപൂർണമായി ഒറ്റപ്പെടുന്ന നിമിഷമാണ്. മറവ് ചെയ്ത ആളുകളെ തിരിച്ചു പോകുമ്പോ കരഅനിയാൽ ചെരുപ്പിന്റെ വാരടികളുടെ ശബ്ദം അല്ലാഹു മയ്യത്തിനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഞാനിവിടെ ഒറ്റക്കാണ്, എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയുകയാ. പ്രിയമുള്ളവരെ, ആ ഖബറിലൂടെ രക്ഷപ്പെടാൻ, ഒറ്റപ്പെടുന്ന നാളിലൂടെ രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, ഖബറിലൂടെ മലായിക്കത്തുകൾ കടന്നു വരികയാണ്. അവരുടെ ചോദ്യം വരുന്നു, നിന്റെ റബ്ബാരാണ്? മൻ റബ്ബുക? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ. ദീനാണെന്ന് ചോദിക്കുമ്പോ ഇസ്ലാമാണെന്ന് പറയാൻ. ഇൽമെന്താണെന്ന് ചോദിക്കുമ്പോ ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാ, അതിനെ ഞാൻ വിശ്വസിച്ചവനാണ്, സത്യപ്പെടുത്തിയവനാണ് ാണെന്ന് പറയാ. ലോകത്തിന്റെ മുത്തിനെ കാണിച്ചു തന്നിതാരാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കാൻ ജീവിതങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യകളെ ജീവിതത്തിലൂടെ കൊണ്ടുവരാ, ഇസ്ലാമിനെ ജീവിതങ്ങളിലൂടെ പകർത്താ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ. അതിന് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ മുത്ത് റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോ തന്നൊരു ദീനുണ്ട്.
ആ ദീനിനെ അതേപടി മുറുകെ പിടിക്കാൻ നമുക്ക് സാധ്യമായാൽ നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയുള്ള പരിമിതമായ സമയങ്ങളെ കുറച്ച് ഗൗരവത്തോടുകൂടെ, ആരും ഈ പറഞ്ഞത് അണ്ണാക്ക് തൊടാതെ സ്വീകരിക്കണമെന്ന് പറയണില്ല. എഴുതി വെക്കാം, നോട്ട് ചെയ്യാം, സമസ്തയുടെ പരിഭാഷകളിൽ ആയത്തിനെ നോക്കാം, ഇഷ്ടമുള്ള ഉസ്താദുമാരോട് ചോദിക്കാം. പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ അടുത്ത ഇലക്ഷനിലൂടെ മത്സരിക്കാനല്ല ഇവിടെ വിസ്ഡത്തിന്റെ പ്രവർത്തകർ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ആളുകളുടെ മെമ്പർഷിപ്പിന്റെ എണ്ണം കൂട്ടാനല്ല. ഇത് ഇസ്ലാമിന്റെ ദഅവത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനമാണ്. നിങ്ങൾക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9-ന് അസ്ർ നമസ്കാര ശേഷം മുത്ത് റസൂൽ അറഫയുടെ മൈതാനിയിൽ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനോഹരമായ ഒരു ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തു. ആ ആയത്തിലൂടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെടാൻ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ, ഇന്നേ ദിവസം, ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരികയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി കൊണ്ട് തൃപ്തിപ്പെട്ടു നൽകിയെന്നാണ്. ഇന്ന് ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ടു, മതമായി അംഗീകരിക്കപ്പെട്ടു. ഇസ്ലാം എന്ന മതം പരിപൂർണമാ, അഥവാ ദീനിലേക്ക് ഒന്നിനെയും നമ്മുടെ വക കൊണ്ടുവരാനില്ല, ഒന്നും അതിൽ നിന്ന് എടുത്തു കളയാനുമില്ല. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് 9-നാണ് ആയത്തിറങ്ങുന്നത്. ആ ദുൽഹജ്ജും കടന്ന് മുഹറവും കടന്ന് സഫറിന്റെ അവസാനത്തിൽ ലോകത്തിന്റെ മുത്തിന് വഫാത്തിന്റെ രോഗം വരികയാ. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിട പറയുന്നതിന്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലോട് അല്ലാഹു പറയുന്നു, ഇസ്ലാമിനെ ഇതാ പൂർത്തീകരിച്ചു തന്നു എന്നാ. അതുകൊണ്ടാണ് നമ്മുടെ വക ഒന്നും ആ ദീനിൽ വേണ്ട, ഒന്നിനെയും എടുത്തു കളയാനില്ല. അത് മുജാഹിദുകളുടെ അഭിപ്രായമാണോ? പ്രിയമുള്ളവരെ, മഹാനായ ഇമാമുനാ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ക്രോഡീകരിക്കുന്നു അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബില് 49-ാമത്തെ പേജിലൂടെ കാണാം, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഈ മതത്തിലൂടെ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന, അതിനെ അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്തു പോയാ ഫഖദ സഅമ, അവൻ തീർച്ചയായും വാദിക്കുന്ന വാദം എന്താണെന്ന് അറിയുമോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫിർ റിസാല, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ അവിടത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ്. ഒരാൾ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ദീനിൽ ഒരു പുതിയ ആചാരത്തെ കൊണ്ടുവന്നാൽ അള്ളാന്റെ മുത്ത് റസൂല് വഞ്ചകനാണെന്നവൻ വാദിച്ചിരിക്കുന്നു. കാരണം അല്ല പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അപ്പൊ അല്ല പറയും ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അപ്പൊ ഒരാൾ ഒരു പുതിയ ആചാരം കൊണ്ട് വന്നിട്ട് പറയാൻ ഇത് നല്ലതാണ്, കൂലിയുള്ളതാണ്. ഈ നല്ല കാര്യം പറയാതെ അള്ളാന്റെ ഹബീബ് വഞ്ചിച്ചു എന്നാണ് ആ മനുഷ്യൻ വാദിക്കുന്നത്. നഊദു ബില്ലാഹ്, മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ ഇല്ലാ ഖദ് ഹദ്ദസുകും ബിഹി, അതുകൊണ്ട് നിങ്ങളോട് അറിയിച്ചു തന്നിട്ടല്ലാതെ ഇല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതേത് കാര്യമുണ്ടോ ഇല്ലാ ഖദ് നഹൈതുകും അൻ, അതിനെപ്പറ്റി അല്ലാഹു വിരോധിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ചക്കപ്പാടത്തെ സാധാരണക്കാരോട് പറയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ 2023-കാരും 24-കാരും ഈ ചക്കപ്പാടത്തും അതുപോലെ ഈ എടക്കരയുടെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള
ഈ മരുതയിലുള്ള മുഴുവൻ ആളുകളും നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ, മജ്ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, ഹദ്ദാദ് റാത്തീബ്, മൗലിദ്, ഖുതുബിയ്യത്തുകള്, അതുപോലെ തന്നെ ആണ്ട് നേർച്ചകള്, മക്കാമുറൂസുകള്, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും മഹത്തായ സൽക്കർമ്മങ്ങളാണ് എന്ന് തന്നെ നിങ്ങൾ വെക്കുക. അതൊക്കെ മതത്തിലെ പുണ്യകർമ്മങ്ങളാണെന്ന് വെക്കുക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ അമലു സ്വാലിഹാത്തിന്റെ വലിയ കെട്ടുകളുമായി ഇങ്ങനെ വന്നു നിൽക്കാൻ. അപ്പൊ നമ്മളുടെ ഏടുകളിൽ ഖുതുബിയ്യത്തുണ്ട്, ഹദ്ദാദുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്, ഖുത്താറാത്തിബുണ്ട്, ആണ്ട് നേർച്ച ഉറൂസുകളുണ്ട്. ഇങ്ങനെ മഹത്തായ കർമ്മങ്ങളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിലുള്ള ഏടുകളിൽ വിശുദ്ധ ഖുർആനുണ്ട്, റമദാനിൽ നോമ്പുണ്ട്, റവാത്തിബുണ്ട്, തഹജ്ജുദുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, ഖിയാമു റമദാനുണ്ട്, അതുപോലെ തന്നെ സ്വതക്കകളുണ്ട്, അമലു സ്വാലിഹാത്തുകളുണ്ട്, സമൂഹത്തിൽ ചെയ്ത സേവനങ്ങളുണ്ട്. ഇങ്ങനെ മഹത്തായ കർമ്മങ്ങളൊക്കെ ഇട്ട് അവർ നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഒന്ന് ചോദിക്കാന്ന് വിചാരിക്കുക, എന്താ റസൂലേ ഈ മരുതക്കാരുടെ, ചക്കപ്പാടത്തുകാരുടെ ഏടിലുള്ള അമലു സ്വാലിഹാത്ത് എന്താ റസൂലേ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാത്ത? അവരുടെ ഏടിൽ കുറെ മഹ്ദറത്തുൽ ബദരിയ, ഖുതുബിയ്യത്ത്, അല്ലെ മുഹിയത്തിമാലൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ റസൂലേ? അപ്പോ അള്ളാന്റെ റസൂൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അബൂബക്കറെ, ഉമറെ, അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്, അത് മഹത്തായ സൽക്കർമ്മങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ? 10 സ്വഹാബത്തിന്റെ പേര് പറഞ്ഞു റസൂലുള്ളാഹ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി പ്രവാചകൻ പറഞ്ഞ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ സഅദുൻ സഈദുൻ സുഹൈറുൻ തുൽഹത്തുൻ വഅബി ഉബൈദത്തുൻ വബിനിഉ ഫിന്നാശിരിൽ കറാമി. അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ട്, നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ, അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, ഏത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും കടന്നു പോകാം എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത പറഞ്ഞ വാചകം അടിവരയിട്ട് വെക്കണേ. ഫമാ ലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ, ഫലാ യകൂനുൽ യൗമ ദീനാ, അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിലൂടെ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ ഉയർത്തപ്പെട്ട ഖബറിന്റെ ജാറ നിലവിളക്ക് കൊളുത്തുക എന്ന സമ്പ്രദായമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അള്ളാഹിന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിലാണ് ബദറും ഉഹുദും നടന്നതെങ്കിലോ ആ ബദരീങ്ങളുടെ ആണ്ടോ ഉറൂസോ അള്ളാഹിന്റെ മുത്ത് റസൂല് നടത്തിയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നില്ലാത്തതൊന്നും ഇന്നും ദീനല്ല, അന്നുള്ളത് ഇന്നും ദീനായി മാറാവൂ എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ദീന് നമ്മൾ പിടിച്ചതിന്റെ ഗുണം എന്താണെന്നറിയോ? ആ ദീനിൽ ഒരാൾക്കും നമ്മളെ ഒരു രൂപ പോലും ചൂഷണം ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹിന്റെ മുത്ത് റസൂലിന്റെ ദീനില് ഒരു രൂപയുടെ പോലും കച്ചവടത്തിന്റെ വ്യവസ്ഥിതിയില്ല. അള്ളാഹിന്റെ മുത്ത് റസൂല് പഠിപ്പിച്ച ദീനിൽ മതക്കച്ചവടമില്ല. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോ, ഇസ്ലാമിന്റെ ആചാരങ്ങൾ എവിടെയും തകരില്ല. ഏറ്റവും മർമ്മം റസൂലുള്ളാഹിന്റെ ദീനിൽ തൗഹീദ് മാത്രമേ കാണൂ. സുന്നത്തിൽ പുതുതായി ആരെന്ത് കൊണ്ടുവന്നുവോ അതിലാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ മുഴുവൻ കാണുക. നിങ്ങൾ ആലോചിക്കും, ഇസ്ലാമിന്റെ ഏത് ആചാരങ്ങൾ എടുത്തൊക്കെ നമ്മളിപ്പോ വിത്ര നിസ്കരിക്കുന്ന ആളുകളല്ലേ? സുബഹിന്റെ മുമ്പ് ആ വിത്ര നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്താ? ഇന്നല്ലാഹ വിത്രൻ യുഹിബ്ബുൽ വിത്ര ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ.
അള്ളാഹു ഒറ്റയാണ്, ഒറ്റയവൻ ഇഷ്ടപ്പെടുന്നവനാ. അതുകൊണ്ട് ഖുർആനിന്റെ അനുയായികളെ, രാത്രി നിസ്കാരം ഒറ്റയായ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കണേ. ആ ഒറ്റയായ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഏതാ? നിഷ്കളങ്കമായ ഏകദൈവാരാധനയുടെ പ്രൗഢമായ പ്രഖ്യാപനമില്ലയോ? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സൂറത്തു കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ്. മഗ്രിബിന്റെ റവാത്തിബ് സുന്നത്തിലും സൂറത്തു കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ്. തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹീമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും ഓതിക്കോ സൂറത്തു കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ്. എന്താ ഈ സൂറത്ത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അരക്കെട്ടുറപ്പിക്കവിടെ. നോക്കേ, അള്ളാന്റെ തൗഹീദിനെ നമ്മളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരാം. നിങ്ങൾ ആലോചിച്ചൊക്കെ, നേരത്തെ ഇഷായിന്റെ ബാങ്ക് കേട്ടു. ഇഷായിന്റെ ബാങ്കിൽ നമ്മൾ നിലക്കാതെ കേട്ട നാമമാരുടേതാ? അള്ളാന്റെ മുത്ത് റസൂലിന്റെയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ നാമം മുഴങ്ങിയ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന ആരോടാ? അള്ളാന്റെ മുത്ത് നബിയോടല്ല. റസൂലുള്ളാഹിക്ക് അല്ല കൊടുത്ത കഴിവ് കൊണ്ടല്ല, ഹഖ് ജാഹ് ബറകത്ത് കൊണ്ടല്ല. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. സമസ്തക്കാരനും മുജാഹിദുകാരനും തബ്ലീഗുകാരനും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. അല്ലാഹുവേ, ഈ പരിപൂർണമായ വിളിയുടെ റബ്ബേ, ഞങ്ങളുടെ മുത്ത് റസൂലിന് ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവോട് നബിക്ക് വേണ്ടിയിട്ടാണ്, നബിയോട് തേടാനില്ല. നമ്മളോ റസൂലുള്ളാഹിന്റെ പ്രവാചക ചരിത്രം പറയുന്ന, മദ്ഹ് പറയുന്ന ഒരു വഅള് നടന്നാൽ ആ വഅളിന്റെ അവസാനം നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുക? അല്ലയോ പുന്നാഹാര നബിയേ, അവിടുന്ന് ഒരുപാട് മദ്ഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്. ഇതിനെ വെറുതെയാക്കല്ല നബിയേ. ആരൊക്കെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഊരിത്തന്നവരുണ്ടോ, എല്ലാം പരിഗണിക്കണേ നബിയേ. ആരോടാ? നബിയോടാ. റസൂലുള്ള പഠിപ്പിച്ചതിൽ ആരോടാ? അള്ളാനോടാണ്. അപ്പൊ നമ്മൾ പറയില്ലേ, മുജാഹിദേര് സ്വലാത്തില്ലാത്തവരാൻ. ഒറിജിനൽ സ്വലാത്ത് എന്താണെന്നറിയോ? തൗഹീദാണ്. നമ്മളുടെ വക കോഴിക്കോട് നിന്ന് ഉണ്ടാക്കിയാലോ അതിൽ ശിർക്ക് വന്നു, അഥവാ നബിയോട് ചോദിക്കൽ വന്നു. റസൂലുള്ള പഠിപ്പിച്ചതിൽ എവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈരുദ്ധ്യമായിട്ടൊന്നും കാണൂല. നമ്മൾ പറയുന്നത് അറിയോ? ഇവര് സ്വലാത്തില്ലാത്തവരാന്ന് പറയാം. എന്തുകൊണ്ടാ പറയണേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ, എനിക്കതിൻ്റെ ഇടയിൽ കുറച്ച് ചായ കുടിക്കണം തോന്നി, ഞാൻ ഉടനെ എന്താ പറയാ? എന്താ മുത്തനബീന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാത്തത്? ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ. ഇത് ഓണാക്കിയിട്ട് ഞാൻ പോയിട്ട് ചായ കുടിക്കാതിരുന്നാല് അത് ശരിയല്ലല്ലോ, നമ്മൾ ചെയ്യില്ല. ഇല്ല. ഇനി ഈ പ്രസംഗത്തിന്റെ അവസാനത്ത് ഞാൻ പറയാം, എന്താ ഇവിടെ അള്ളാഹ് ഈ സദസ്സിന് വേണ്ടി പിരിവ് വേണം. അതായത് പിന്നെ മൈക്ക് സെറ്റിലേക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ചിലവൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലി പൈസ എന്നിട്ട് പോവാവൂ. ഈ മൈക്ക് ഞാൻ അവിടെ ചെരിച്ച് വെച്ച് കസേരയിൽ അവിടെ ഇരുന്നൊരു ബക്കറ്റും വെച്ചിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസ ഉള്ളവരൊക്കെ കയറിക്കുക സല്ലല്ലാഹു അലാ. അത് നമ്മൾ ചെയ്യലില്ല. അപ്പോൾ പറഞ്ഞു, കണ്ടോ സ്വലാത്തില്ല. കാരണം ആ സ്വലാത്ത് അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടോ മുത്തനബിക്ക് വേണ്ടി ചൊല്ലിയതൊന്നുമല്ല. ഇലാ ഹളറത്തി ഗാന്ധി ജുപ്പക്കാൻ. അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിക്ക് മുജാഹിദീന് നിൽക്കലില്ല. ഇല്ല. ഇനിയിപ്പോ ഒരു കുറച്ച് ടൈം കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സദസ് ഇടയിൽ വാടുന്നു എന്ന് കണ്ട, എന്താ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മൻ ലം യംലഇൽ ബത്ന ബിശ്ശഈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മൻ ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ സദസ്സിങ്ങനെ
അല്ലേ? എന്താ പ്രിയമുള്ളവരെ, സ്വലാത്ത് എന്ന് പറഞ്ഞ ദുആയാണ്. അള്ളാന്റെ ഞങ്ങളുടെ മുത്തുനബിക്ക് ഗുണവും രക്ഷയും ഏകണയെന്ന് അള്ളാനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാ. ഇങ്ങനെ അലറിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ നിൽക്കൂല, ഇല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ല. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നവരും യഥാർത്ഥത്തിൽ സ്വലാത്ത് ചൊല്ലലില്ല. നിങ്ങൾ വഅളുകൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മണിമുത്ത് മദീനയിലാണോ, മന്ദാര ചെപ്പിൻ അഴകാണോ, സല്ലല്ലാഹു അലാ ഓണാക്കിടല ആമീന ബീവി പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. ഈ വക ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കലില്ല. നമ്മൾ പറയുന്നു ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലിക്കോ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ സൗത്ത് കർണാടക, ഇവിടുന്ന് എല്ലാ ബിദ്അത്തുകളും അങ്ങോട്ട് വണ്ടി കയറില്ല. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വന്നൊരു സാധനമുണ്ട്. 2010 അല്ലൻസാർ എന്ന് പറയുന്ന SSFന്റെ മാസികയിൽ ഒരു ലേഖനം വന്നു. SSFൽ നിന്ന് 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിറ്റും ഓരോ ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കണം. സെൻട്രൽ കമ്മിറ്റി അതെന്ത് ചെയ്യും? റസൂലുള്ളാഹിക്ക് ചവിട്ടിക്കയറ്റുന്നു എന്നാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു, നമ്മുടെ വീട്ടിലൊക്കെ സ്ലിപ്പ് വന്നു, നമ്മളിങ്ങനെ പേര് എഴുതി കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സ്ലിപ്പ് വന്ന ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എൻ്റെ ഉമ്മാൻ്റെ പേര് ഇത്ര സ്വലാത്ത്, ഇത് കൊണ്ടുപോയി കൊടുത്താൽ ഏതെങ്കിലും ഒരു തങ്ങളോ പിന്നെ മുത്തവ വന്നിട്ട് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും? ചവിട്ടിക്കയറ്റും. നമ്മൾ പറയുന്നുണ്ട് ചക്കപ്പാടത്തുള്ള ഉമ്മ ചൊല്ലിക്കോ, വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ചൊല്ലിക്കോ. അതിന് എത്ര വേണമെങ്കിലും ചൊല്ലിയാലോ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് എത്തിച്ചു കൊടുക്കാ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പുരോഹിതന്മാരുടെയും കാലിന്റെ ചോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കണ്ട. ഇനി ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാമിലുള്ള സ്വലാത്ത് തൗഹീദാണ്. മനോഹരമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ അവതീർണമാവുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പ്രവാചകന് ഗുണം ചെയ്യുന്നുണ്ട്. അള്ളാന്റെ മലക്കുകൾ ആ റസൂലുള്ളാഹിക്ക് ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികള് ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേന്ന് ആയത്തിറങ്ങുമ്പോ സ്വഹാബത്തോടി വരികയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാനുള്ളത്? റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ അല്ലാഹുവോട് നബിക്ക് വേണ്ടി തേടുകയാ, നബിയോട് തേടാനല്ല. കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്തിലോ താജുസ്വലാത്ത് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ 110 എണ്ണമുണ്ട്. അതിലൊന്നാണ് ഖുദ്ബിയദീ ഖദ്ലാക തഹീലതീ വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഖുദ്ബിയദീ എൻ്റെ കൈക്കൊന്ന് പിടിക്കണേ, ഖദ്ലാക തഹീലതീ എൻ്റെ സൂത്രമൊക്കെ ഇടുങ്ങി പോയിരിക്കുകയാണ്. വഅദ്രിക്നി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ, എന്നെ ഒന്ന് പിടിക്കണേ നബിയേ. അല്ലാഹുവിന്റെ മുത്ത് നബിയോട് ചോദിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞതിലോ
പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് തേടാനല്ല, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവോട് മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനല്ല, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് അലൈഹിസ്സലാം. സ്വഹാബത്തുൽ കിറാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളെങ്കിൽ ആ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനില്ല. അത്ര മനോഹരമാണ് ഇസ്ലാം. പക്ഷെ നമ്മളത് മറന്നുപോയി. ഞാനത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ചക്കരപ്പാടത്തുള്ള ഈ മരുതയിലുള്ള ഒരു സാധാരണക്കാരെ ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മോനെ മുത്തനബിക്ക് വേണ്ടി എങ്ങനെയാടാ സ്വലാത്ത് ചൊല്ലുക? അവൻ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലി. ആര്യ സ്വലാത്തല്ലടാ, മുത്തനബിയുടെ നാവുകൊണ്ട് പഠിപ്പിച്ച സ്വലാത്ത്. അതേത് അങ്ങനെ ഒരു സ്വലാത്ത്? നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചൊല്ലണം എന്നറിയോ? അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല. അവിടുന്ന് ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ കിട്ടിയ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത് സ്വലാത്താടെന്ന് പോലും അറിയാത്ത ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിനെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കാൻ. നിങ്ങളാലോചിച്ചൊക്കെ ഇസ്ലാമിലെ ഏത് ദിനാചരണങ്ങൾ എടുത്തൊക്കെ നിങ്ങൾ തൗഹീദല്ലാതെ വല്ലതും കാണാണ്ടോ? ചെറിയ പെരുന്നാൾ വന്നു, വലിയ പെരുന്നാൾ വന്നു, നമ്മൾ എന്താ പറയല്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അല്ലാഹ്, നീയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹ്. ശവ്വാലൊന്ന് മാത്രമല്ല, ദുൽഹജ്ജിലൂടെ കടന്നു പോകുമ്പോ പ്രിയമുള്ളവരെ, ഇബ്രാഹിം ആദർശ പിതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗം പറയുമ്പോ, ഹാദറിന്റെ ബീബി ഹാദറിന്റെ നൊമ്പരങ്ങൾ പറയുമ്പോ, ആദർശപുത്രനായ ഇസ്മായിലിന്റെ കഥ പറയുമ്പോ, അവരാരുടെയും ഹക്ക് കൊണ്ടല്ല, ബറക്കത്ത് കൊണ്ടല്ല, ജാഹ് കൊണ്ടല്ല, കൊടുത്ത കഴിവ് കൊണ്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അള്ളാന്റെ തൗഹീദാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവര്, ഇസ്ലാമിലില്ലാത്ത ഏത് ദിനാചരണം നമ്മൾ കൊണ്ടുവന്നുവോ അതിലൂടെ റബ്ബല്ലാത്തവരോട് തേടുകയാണ്. അതിലൊന്നാണ് റബീഉൽ അവ്വലിൽ ഒരു ആഘോഷം വന്നു, നബിദിനമാണ്. ആരാണ് പ്രിയമുള്ളവരെ ലോകത്തിലൂടെ കൊണ്ടുവന്നത്? ഇസ്ലാമിനോട് സ്നേഹമില്ലാത്ത ഷിയാക്കളാ, ഫാത്തിമിയാക്കളാ. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദിനെ മോഷ്ടിച്ചു കൊണ്ടുപോയവർ വീണ്ടും അതിനെ വാങ്ങിവെക്കുമ്പോ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഫാത്തിമിയാക്കളാണ്. ഇന്നും അള്ളാന്റെ കഅബാലയത്തിൽ തവാഫ് തുടങ്ങുമ്പോ ഹജറുൽ അസ്വദിന്റെ ചാര പോയാൽ കാണാ 7 കഷ്ണങ്ങളാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ അവര് മുത്തുനബിയോട് ഇഷ്ടമുള്ളവരല്ല, അള്ളാഹാന്റെ ദീനിനോട് മഹബത്തുള്ളവരല്ല. അവരാണ് പറഞ്ഞത് റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷം എന്നുള്ളത്. പ്രിയമുള്ളവര്, തർക്കം വേണ്ടല്ലോ. റബീഉൽ അവ്വൽ മാസങ്ങളിലൂടെ വീട്ടിലൂടെ മൗലിദ് ഓതാ കടന്നു വരുന്ന ഉസ്താദ് ഓതുന്ന പദമെന്താണ്? അല്ലയോ വീട്ടുകാരാ, റസൂലുള്ള ജനിച്ചത് ഏത് ദിവസമാണെന്നറിഞ്ഞൂടാ, ഏത് മാസമാണെന്നറിഞ്ഞൂടാ, ഏത് കൊല്ലമാണെന്നും അറിഞ്ഞുകൂടാ. അത് പറഞ്ഞ ആ ഉസ്താദിനെ നമ്മൾ വെറുതെ വിടൂല്ല. കാരണം എന്താ? മൗലൂദ് മാസല്ലേ. പക്ഷെ പറഞ്ഞത് അറബിയിലായിന്ന് മാത്രം. നമ്മുടെ വീട്ടിലുള്ള മൗലൂദ് കിതാബില്ലേ, മൗലൂദ് കിതാബ് എന്ന് പറഞ്ഞാൽ 15 വക, 33 വക, 66 വക, 105 വക, 111 വക, 222 വക, 333 വക, 444 വക, 1111 വക, 2222 വക, 3333, അങ്ങനെ പോയിട്ട് ഏറ്റവും വലിയതെന്ന് അവകാശപ്പെട്ട 6666 വകയെ കവച്ചു വെട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് 7777 വക. ഇതൊക്കെ ആരുടെ വക എന്നാലോചിച്ചാൽ നമ്മൾ അന്ന് മുജൈദം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആരുടെ വക എന്ന് അന്വേഷിച്ചാൽ നമ്മൾ അന്ന് മുജൈദം. അതിൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ള 105 വകയാണ്. അതിൽ 5ാമത്തെ പേജ് താഴെന്ന് മേലേക്ക് 3ാമത്തെ ലൈൻ
واختلف في عام ولادته وفي شهرها وفي يومها من العلماء التاريخ المروية. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തില്, മാസത്തില്, കൊല്ലത്തില് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയപ്പെടുന്നതിൽ ഒരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12 അല്ലേ. അപ്പോ അങ്ങനെ ഒരു ആഘോഷം കൊണ്ടുവന്നു. ഞാൻ അതിന്റെ വലിയ തലങ്ങളിക്കൊന്നും പോണില്ല. നമ്മൾ പറഞ്ഞ മദ്ഹാണ് എന്ന് പറഞ്ഞ വീടുകളിലൊക്കെ മൗലിദ് ഓതി. സത്യത്തിൽ അതിൽ ആരോടാ തേടി? നമ്മൾ വിചാരിക്കുകയാണ് ഇതിൽ മദ്ഹുണ്ട്. ഇല്ലട്ടോ പ്രിയമുള്ളവരെ, അള്ളാന്റെ മുത്തു റസൂല് കളവ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് റസൂലുള്ളാന്റെ മദ്ഹാവോ? അത് മുജാഹിദർക്ക് മദ്ഹ് കേൾക്കാൻ അലർജി ആയിട്ടാണ് എന്നാ പറയലേ. നമുക്ക് മദ്ഹ് പറയാ നമ്മളുടെ പ്രവാചകനല്ലാതെ ആരാ പ്രിയമുള്ളവരെ? മദീനയുടെ ബാബുസലാമിലൂടെ കടന്നു വരുമ്പോ അള്ളാന്റെ മുത്തുനബിയുടെ മിമ്പറും കടന്ന് റൗദയും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാര വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ രോമം എഴുന്നേറ്റ് നിന്നത്, കണ്ണ് നിറഞ്ഞൊടുങ്ങിയത്, ഒന്നല്ല 10 അല്ല 100 തവണ കടന്നു വന്നാലും ചങ്ക് പിടക്കുമായിരുന്നെങ്കിൽ അത് അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താ, റസൂലിനോടുള്ള ഇഷ്ടമാ. പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാന്റെ മദ്ഹ് പറയാ മുജാഹിദുകൾ എതിരല്ല. എന്നാൽ യഹൂദ റബ്ബിമാരുടെ തോലികളാൽ വൈകൃതമായി പോയ ബൈബിളിന്റെ അനാവരണങ്ങളെ പോലെ അള്ളാന്റെ പ്രവാചകന്മാരെ പറ്റി മോശമായി പറഞ്ഞതുപോലെ സിദ്ദീഖ് മൗലിദിലോട് റസൂലുള്ളാഹ് നുണ പറയുന്നവനാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ആ മദ്ഹിന് ഞങ്ങളില്ല. പുറങ്കാല കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇന്ത്യ വിട്ട് ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ ഏഴോരങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഒഴുക്കിവിടാൻ ഞങ്ങൾ തയ്യാറാ. എന്റെ പ്രിയമുള്ളവര്, എത്രയുണ്ടെന്നറിയുമോ? റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവി ജനിക്കുന്ന വിഷയം പോലും സാധാരണക്കാരന് അറിയാൻ വേണ്ടി പറയാം. ഫാത്തിമ ബീവി ജനിക്കണത് റസൂലുള്ളാഹി മിഅ്റാജ് പോയപ്പോ സ്വർഗത്തിൽ ഖദീജയുടെ കൊട്ടാരം കാണിച്ചുകൊണ്ട് അവിടുന്ന് മലക്ക് പറയാണ്, നബിയേ, ഇതങ്ങേക്ക് ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ. അള്ളാന്റെ മുത്ത് റസൂല് ആപ്പിൾ പഴം കഴിക്കുന്നു. റസൂലിൽ സ്വർഗത്തിന്റെ മണം വരികയാണ്. ഖദീജ ഫാത്തിമയെ ഗർഭം ചുമന്നപ്പോ സ്വർഗത്തിന്റെ മണം ഖദീജയിലേക്ക് മാറി. ഖദീജ ഫാത്തിമയെ പ്രസവിച്ചപ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറുകയാ. ഫവുലിദത് ഖബല നബുവതി ബിഖംസി സിനീൻ. നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവി ജനിച്ചു പോയെന്നാ. നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് പറഞ്ഞ റസൂലുള്ളാഹിക്ക് എത്ര വയസ്സാ? 35-ാമത്തെ വയസ്സ്. 40-ാമത്തെ വയസ്സിൽ നബിയായി, 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചത് സത്യമാണ്. ഇനി നിങ്ങൾ മൗലൂദിന്റെ ചരിത്രം പഠിച്ചൊക്കെ മിറാജ് ഉണ്ടായതെപ്പോഴാ? 51-ാമത്തെ വയസ്സിൽ. അപ്പൊ 51-ാമത്തെ വയസ്സിലുണ്ടായ മിറാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു. മൗലായ നിങ്ങൾ കൊണ്ടേക്കോളി, നമ്മളില്ല എന്നാ പറഞ്ഞേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ മദ്ഹാണ്. അങ്ങനെ ഒരുപാട് കേട്ടോ, ഒരുപാട്. ഇനി സാധാരണക്കാർ പറയും മൗലൂദ് കിതാബ് അറബിയല്ലേ, ഞങ്ങൾ എങ്ങനെ അറിയാന്നൊക്കെ പറയണവരുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് മുഹിയുദ്ദീൻ മാലെടുത്ത് കയ്യിൽ വെക്കാം. തൊട്ടപ്പുറത്ത് റിഫായി മാലുണ്ട്. ലൈൻ നമ്പർ 102 മുതൽ 109 വരെയുള്ള വരികൾ. നമ്മൾ വിചാരിക്കുന്നത് വലിയ മദ്ഹാണ്. 2 തമ്മിൽ തല്ലലുകളാണ്. എന്താണോ മുഹിയുദ്ദീൻ മാല പറയാ, അതിനെ തല്ലുന്നതാണ് റിഫായി മാല. മുഹിയുദ്ദീൻ മാലയിൽ ഇങ്ങനെ കാണാം അല്ലേ, ബാവാമോദോഹിന്നും കുത്തുബായി വന്നോവർ ബാണമ്മതേളിയിലും കേളി മികച്ചോവർ. വാപ്പാട മുതുകത്താവുമ്പോ കുത്തുബാണ്. അപ്പൊ റിഫായി മാല പറഞ്ഞു, ബാവാമോദോഗിയില്ല മറന്നോരോ കാലത്ത് ബാഷും ഔസന്നാമ കാമെന്ന് ഷൊന്നോവർ. ഞാൻ വാപ്പാട മുതുകത്താവുമ്പോ കുത്തുബിനെയും വെല്ലുന്ന
മുഹ്യിദ്ദീൻ കുത്തുബല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കാണാ പ്രിയമുള്ളവരെ, കുപ്പിയാകത്തുള്ള വസോവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ അദൃശ്യമൊക്കെ അറിയുമെന്ന് മുഹിയുദ്ദീൻ മാല. അപ്പൊ റിഫായി മാല മറുപടി പറയാ, ഹോജാ മുഹിയുദ്ദീനു താമും കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിനു മേലെ ഓളിച്ചോവർ. കണ്ണിൽ കാരോമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കവാ രുവീനാദം നോവർ. മുഹിയുദ്ദീൻ ഷേഖും റിഫായി ഷേഖും ഒളിച്ചു കളിക്കുമ്പോ മുഹിയുദ്ദീൻ ഷേഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷേഖ് കയറിയിരുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെ കാണാൻ കഴിഞ്ഞില്ല. ആർക്ക്? കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ കാണുമെന്ന് പറഞ്ഞ ആൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ടില്ല ഉങ്കൾ വരവീനതെന്നോ അവരെനിക്ക് കാണാൻ പറ്റിയില്ല, നിങ്ങളൊന്ന് ഇറങ്ങി വരോ. എന്റെ പ്രിയമുള്ളവരെ, തീർന്നില്ല തമ്മിത്തല്ലാണ്. മുഹിയുദ്ദീൻ മാല പറയാണ്, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ. ഭൂമി അതൊക്കെയോ രുചുമടുന്നോവർ. ഭൂമി എന്റെ കയ്യിൽ ഒരുണ്ട പോലെയാണ്, പന്ത് പോലെയാ. അപ്പൊ റിഫായി മാല പറഞ്ഞു, മുഹിയുദ്ദീന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ. ആലം പാതീനെണ്ണ ഈരത്തിലെന്റെ കാൽ ഒന്നിനീട പോരാ എന്ന് പറഞ്ഞോവർ. ആലം 18,000 കൊണ്ടുവന്നാലോ ഈ റിഫായിക്കൊരു കാലടി വെക്കാൻ തികയൂല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഓതും ഫോർ കാൻസ ബോറിഞ്ചിയിൽ തൗറാത്തും ഉടയോന്റെ മേറാല് ഓതി പാടിച്ചോവർ. 4 കിതാബും മുഹിയുദ്ദീൻ ഷേഖ് ഓതി പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ സാധാരണക്കാരൻ വിചാരിക്കും ഇവിടെ റിഫായി മാലക്കാരൻ കുടുങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? 4 കിതാബും കഴിഞ്ഞില്ലേ. എന്നാൽ റിഫായി മാല പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓതും ഫോർ കാൻസ ബോറിഞ്ചിയിൽ തൗറാത്തും ഓതാതറിഞ്ഞീ ഞാൻ എന്ന് പറഞ്ഞോവർ. റിഫായി ഓതിയിട്ടല്ലേ പഠിച്ചത്? മുഹിയുദ്ദീൻ ഓതിയിട്ടല്ലേ പഠിച്ചത്? എങ്കിൽ റിഫായി ഓതാതെയാണ് പഠിച്ചത് എന്നാ. എന്റെ പ്രിയമുള്ളവര്, 30 ദിവസക്കാലം നോമ്പെടുത്തതും 40 ദിവസം നോമ്പെടുത്തതോ, നിന്ന നിപ്പില് ഖത്തം ഓതിയതും ഒറ്റക്കാലിൽ ഖത്തം ഓതിയതോ, ഇങ്ങനെ തർക്കങ്ങളാ. ഇത് ഒറിജിനൽ മുഹിയുദ്ദീൻ ഷേഖ് അല്ലാട്ടോ, കോഴിക്കോട്ടുകാരൻ മദ്ഹ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണ്. ഇനി എന്റെ പ്രിയമുള്ളവരെ, വിഷയത്തിലേക്ക് വരുന്നത്, ആരുടെ പേരിലാണോ ദിനാചരണങ്ങൾ ഉണ്ടാക്കിയത് അവരോട് തേടാ. നബിദിനം വന്നപ്പോ മദ്ഹാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആരോടാ തേടുന്നത്? നബിയോട്. നമ്മൾ പറയല് ബുർദ എന്ന് പറയല്. ബുർദ എന്ന് പറഞ്ഞെന്താ? പണ്ട് പാതിരാവായതിലൊക്കെ നമ്മൾ കേട്ടില്ലേ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കേട്ടോ. വസല്ലിം ദായിമൻ അബദ, നീ എപ്പോഴും രക്ഷയേകണേ. അതിനെങ്ങനെ പാടിയെന്നറിയോ? ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടേ. ഇപ്പൊ പറയുന്നത് അങ്ങനൊന്നും പോരാ, മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഞാൻ പറയാൻ അല്ല. നിങ്ങൾ യൂട്യൂബില് മൈക്കൽ ജാക്സൺ അടിച്ചാൽ ഒറിജിനൽ മൈക്കൽ ജാക്സന്റെ ഇടയിൽ ഒരു തലയെക്കെട്ട് കെട്ടിയൊരു ഉസ്താദിനെ കാണാം. കാരണം അതിൽ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്തേക്കണം, മൈക്കൽ ജാക്സൺ സക്കാഫിന്ന്. അതിലങ്ങനെ കാണാൻ കേൾക്കാം. അപ്പൊ അതിൽ അദ്ദേഹം ആരാ ചെയ്ത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അതിനെന്ത് ചെയ്യണം, പുതിയ സ്റ്റൈലിൽ, അത് 6-7 ട്യൂണിൽ ഇങ്ങനെ ചെല്ല, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉറുദു ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഉസ്താദ് ദഫ് കമത്തിച്ച് കുടുകുടുകൂടെ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടും. അപ്പോൾ ഒരാൾ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച്, ഇങ്ങനെ അള്ളാനെ വിളിക്കണ ഒരു ഇബാദത്ത് ഇസ്ലാമിലുണ്ടോ?
അല്ലേ? എന്നിട്ട് അതിന്റെ സലാം ബൈത്ത് തുടങ്ങാൻ വേണ്ടി സലാം ബൈത്ത് ആരോടെ തേടാ? അസ്സലാം അലൈക യാ മാഹി ദുനൂബി സ്വല്ലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ ആലമി ബദറുത് തമാമി. എന്തിനാ മൗലൂദിന്റെ ട്യൂണിൽ ചെല്ലിച്ചത്? മൗലൂദെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അങ്ങനെ അറിയോ, 2010 നമ്മുടെ തൊടുപുഴയിൽ ഹുബ്ബുർ റസൂൽ വിഷയം അവതരിപ്പിച്ചു. അതൊരു ഗ്രൗണ്ടിലാണ് പ്രസംഗം നടക്കണേ. അതിൻ്റെ അപ്പുറത്തൊരു അര മതിലുണ്ട്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി റോട്ടിലെത്തിയപ്പോൾ ഒരാൾ വെള്ളമടിച്ചിട്ട് 2 കാലുകൾക്ക് നിൽക്കാനും കൂടി പോയി. ആളെന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് 2 കൈയുണ്ട്. അപ്പോൾ ഞാൻ സലാം അടക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ 6 പള്ളിയിൽ മൗലൂദുണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഉസ്താദിൻ്റെ മൗലൂദാണ്. അപ്പോൾ അങ്ങനെ പക്ഷെ ആൾക്കാരൊക്കെ ഖുർആൻ്റെ അറബി കണ്ടാലൊക്കെ ദീനുൽ ഇസ്ലാമാണ് നമുക്ക്. അങ്ങനെയല്ല കേട്ടോ, അറബി കണ്ടതൊക്കെ ഇസ്ലാമല്ല, ഖുർആന്റെ ട്യൂണിൽ കേട്ട ഖുർആനാവും. അതുകൊണ്ടാണ് ഉസ്താദ്മാർ കുറെ കാലം നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? കമാകാല അസ്സ വജൽ എന്ന് പറയും. അതുപോലെ അള്ളാന്റെ ഔലിയാക്കൾക്ക് 40 ശരീരമുണ്ടെന്ന് പറയാൻ അലാ ഇന്ന ഔലിയാ അല്ലാഹി 40 ജിസ്മാ യഅലമു യാ ഉമ്മത മുഹമ്മദ്. അപ്പൊ സദസ്സ് ഒന്നിറങ്ങും സല്ലല്ലാഹു അലൈഹി. അപ്പൊ ആൾക്കാരെ വിചാരം എന്താണ്? ഇത് മുത്തനബി പറഞ്ഞു തന്നെ. സത്യത്തിൽ ഉസ്താദ് എന്താ പറഞ്ഞേ? യഅലമു യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ കൗമയെ അറിഞ്ഞോളിന്ന. ഇത് നമ്മളിങ്ങനെ ഇത് വാതിലുകൾ കേൾക്കലില്ലേ? യഅലമു യാ ഉമ്മത മുഹമ്മദ്. അപ്പോൾ ആൾക്കാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും. അപ്പോൾ ഈ ബുർദയിൽ ചൊല്ലണത് ആരോടാ? അള്ളാന്റെ നബിയോട്. അസ്സലാമു അലൈക യാ മാഹി ദുനൂബ്, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയേ അങ്ങേക്ക് സലാം നബിയേ. വിശുദ്ധ ഖുർആനിൽ പ്രിയമുള്ളവരെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 135-ാമത്തെ ആയത്തിലൂടെ കാണാ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ടടോ നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു തരാൻ? അല്ലാഹുവല്ലാതെ ആരുണ്ട് നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു തരാൻ? ഒരു സ്ഥലത്ത് മാത്രമല്ലാട്ടോ മുത്തുനബിയോട് ഒരു ഇർത്തകബത്ത് മാത്രമല്ല. യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി ഖദ് ഹല്ല ബീമാ ഖദ് അലിംത من الأذى والظلم والضعف الشديد فأسعدي യാ സയ്യിദ സദാത്ത്, നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, ജിഅ്തുക ഖാസിദ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു. അർജൂ ഹിമാക, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖയ്യിബ് മഖ്സദി, എൻ്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ലേ നബിയേ. എനിക്ക് ബാധിച്ച ദൗർഭാഗ്യങ്ങളെല്ലാം അങ്ങേക്കറിയാലോ, അതുകൊണ്ട് സൗഭാഗ്യം തരണേ നബിയേ എന്ന് നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നിബന്ധനത്തിന് അത് വന്നു. നിബന്ധനം കഴിഞ്ഞ് അടുത്ത മാസം വന്നു ജീലാനിധനൻ. അപ്പൊ നമ്മൾ വിചാരിച്ചു നിബന്ധനൻ നബി ജനിച്ചതല്ലേ, ജീലാനിധനൻ ജീലാനി ജനിച്ചതാവും. അല്ലാട്ടോ, ജീലാനി മരിച്ചതാണ്. എന്താ ജീലാനി ജനിച്ച ദിവസം ആഘോഷിക്കാത്ത? ജീലാനി ജനിച്ചത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്കലാണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് കറക്റ്റ് ആണ്. നബി ദിനം, ജീലാനി ദിനം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്, റിഫായി ഷേഖിന്റെ ആണ്ട്, ഇങ്ങനെ വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ 12 മാസത്തെ സ്കെച്ച് കറക്റ്റ് ആണ്. ജീലാനി ദിനം വന്നു, ആരോടാ തേടി? ഇതൊക്കെ പണത്തിന് വേണ്ടി ഓരോ മാസം മാറ്റിവെച്ചു. ഞാൻ നിങ്ങളോട് ഇതൊന്നും വെറുതെ പറയില്ല. 2 കഥാപ്രാസംഗികർക്ക് പിന്നണി പാടുന്ന ഒരു ലൈഫ് തന്നെ ഉണ്ടായിരുന്നു ചെറിയ കാലത്തിൽ. അതിലെ ഇതൊക്കെ ഒരു ദിവസം ഒരു കഥ കഴിഞ്ഞ് രണ്ടാമത്തെ മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി, ആസിയാബിയുടെ കഥയാണ്. ദുൽദുലിന്റെ പടയോട്ടം, ഖൈബറാണ്. അതുപോലെ തന്നെ കണ്ണീരുടങ്ങാത്ത കർബല. ഇതൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവർ, ആദ്യത്തെ ദിവസം കർബല പറയുമ്പോൾ ഹസൻ റളിയല്ലാഹുവിന്റെ മരണം പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഹുസൈൻ റളിയല്ലാഹുവിന്റെ വിഷയത്തേക്ക് പോവാ. അപ്പൊ ഹസൻ റളിയല്ലാഹുവിന്റെ മരണം പറഞ്ഞിട്ട് ജഹദ വെള്ളത്തിൽ വിഷം കലക്കി കൊടുത്ത കഥ പറയും. ആ കഥ പറയുന്ന സമയത്ത് അതില് അദ്ദേഹം നെഞ്ചു തിരുമുന്നതും സുജൂദ് വീഴുന്നതും ആറ്റലായ
റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ അല്ലേ. ആ പാട്ടിങ്ങനെ കൊടുക്കുമ്പോൾ അതിലെ ഹസൻ ഹുസൈൻ്റെ പേരൊക്കെ പറഞ്ഞ് വന്ന് പിന്നെ ഈ വിഷം വന്ന് മുൻപൊരു സി ക്ലാസ് സംഗീതം പഠിച്ചവരുണ്ടെങ്കിൽ അറിയാം, സി ക്ലാസ് ഹമ്മിങ് എന്ന് പറയാം. അതൊരു ചെറിയൊരു ഹമ്മിങ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വിളിക്കും. കാരണം ഈ പാട്ടും അതിൻ്റെ ഇടയിൽ ഈ ഹമ്മിങ്ങും ഈ നോവുള്ള കഥയും കൂടെ പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, ആറ്റലായ റസൂലിൻ്റെ പേരക്കീടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ, ആരംഭ പേർ ഹസൻ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു ഹസൻ റളിയല്ലാഹുവിന്റെ മരണം നടക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠന്റെ ജനാസ മടിയിൽ നിന്ന് മാറ്റിവെച്ച് തൻ്റെ ജ്യേഷ്ഠന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ജഹദയോട് ആരാണ് ചെയ്തതെന്ന് ചോദിച്ച് ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളെടുക്കുകയാണ്. തൻ്റെ വാപ്പ ഖൈബറിൽ ഉപയോഗിച്ച വാളാണ്. എന്നിട്ട് ഇരുട്ടിന്റെ മറവിലൂടെ അങ്ങ് മുന്നോട്ട് തൻ്റെ ജ്യേഷ്ഠന്റെ ഘാതകനെ പിടികൂടാൻ പോകുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒരു അദൃശ്യമായ കൈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേരെ നീണ്ടുവന്നു. ഏതാണ് ആ കൈയെന്നും എന്താണ് പിന്നീട് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നാളെ ഒരു കവർ കൊടുത്തു വിടുന്നുണ്ട്. എല്ലാവരും അത് ഫില്ല് ചെയ്തിട്ട് നാളെ വരണം. പെണ്ണുങ്ങൾ എല്ലാവരും പിറ്റേ ദിവസം വരും. പ്രിയമുള്ളവരെ, ചൂഷണങ്ങളുടെ യാഥാർത്ഥ്യം ഞങ്ങൾ ഇതൊക്കെ നിങ്ങളോട് പറയണത് സാധാരണക്കാരനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ വീതികളിൽ ശരിയെന്ന് പെട്ടെന്ന് തോന്നാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാന വിഷയം കൂടെ പറയാൻ. 2000 പിറക്കുന്ന അന്ന് ഞങ്ങളൊക്കെ 6ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. 2000 ന്യൂ ഇയറിൻ്റെ അന്ന് ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിക്കാൻ വേണ്ടി വരിക. ഒരു മുജാഹിദും ഇല്ലാത്തൊരു നാട്ടിലാണ്. അദ്ദേഹം ഇങ്ങനെ വാല് പറഞ്ഞിട്ട് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എല്ലാം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ പിരിവ് നടത്താൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലെ പ്രകാശം കിട്ടാനാന്നും പറഞ്ഞിട്ട് ദുആ അങ്ങനെ നടക്കും. ഉമ്മ ഉണ്ടായിരുന്നൊരു കമ്പലും കൂടി അയച്ചു തന്നു. അതങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിയൊരു തോന്നലുണ്ട്, ഇങ്ങനൊരു ദീനുൽ ഇസ്ലാം ഉണ്ടാവും. കാരണം ഉള്ളതും കൂടെ അങ്ങോട്ട് വാങ്ങി വെച്ച് നമ്മളൊക്കെ അന്ന് കാലത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വല്ലപ്പോഴും കിട്ടിയിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഉള്ള സ്വർണം കൂടെ അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് എന്നിട്ടൊരു ദുആ ചെയ്തു കൊടുക്കണം. ഈ സ്വർണ്ണം ആർക്ക് വേണ്ടി പോകുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. അള്ളാന്റെ ദീൻ 9-ാമത്തെയും 34-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ന്യൂനപക്ഷം എന്നല്ലാട്ടോ, ഭൂരിപക്ഷം വരുന്ന ആളുകളും അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാ. എന്നിട്ട് ഹക്കിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു വെക്കും. ഹക്കിൽ നിന്ന് ജനങ്ങളെ. പ്രിയമുള്ളവരെ, കുറെ കാലായില്ലേ നാട്ടിലെ സാധാരണക്കാരോട് ചോദിക്കുക, ഖുർആൻ എന്ന് എന്തറിയാം, ഫാത്തിഹ അറിയാം, അവസാനത്തെ കുറച്ച് സൂറത്ത് അറിയാം, യാസീൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉസ്താദ്, ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തെന്ന് വിട പറയുമ്പോൾ വഴിതെറ്റാതെ സഞ്ചരിക്കാനുള്ള മാർഗദർശനമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ ഖുർആനിനെ നമുക്ക് പഠിപ്പിച്ചെന്നോ അത് സാധാരണക്കാരനെ തിരിയൂല എന്ന് പറയാം. നമ്മൾ എന്താ പഠിച്ചത്? ഫാത്തിഹ, അവസാനത്തെ കുറച്ച് സൂറത്ത്. യാസീൻ കേട്ട് പഠിച്ച അർത്ഥം അറിയോ? അർത്ഥം അറിഞ്ഞൂടാ. എന്നാൽ മാല മൗലിദോ ഹദ്ദാദ് റാത്തീബ് മുഹിയുദ്ദീൻ മാല റിഫായി മാല മൻഖൂസ് ശറഫുൽ നമ്പർ സഞ്ചി മുഴുവനും കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അവിടെയാ നമുക്ക് പരാജയം ഉണ്ടായി. അപ്പൊ മുത്തുനബിയുടെ പേരിൽ അവിടെ ജീലാനി ദിനത്തിൽ ആരോട് തേടി? ജീലാനിയോട് തേടി. ഇല്ല, 2023 അറിവിന്നിലാവോ ലേറ്റസ്റ്റ്. ആദരവായ റസൂലുള്ളാഹി 14-ാം മകനായവരെ ബഗ്ദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. മൊയ്‌ദി ശൈഖ് ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക മൊയ്‌ദി ശൈഖിനോടുള്ള ആദരവാണ്. കുത്തുബിയത്തുണ്ട്, കുത്തുബിയത്തിൽ ശൈഖിനെ വിളിച്ചു വരുത്തുന്നുണ്ട്, അതിനുവേണ്ടി 12 റക്അത്ത് നിസ്കരിക്കാനുണ്ട്. നമ്മളൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ കുത്തുബിയത്തിൽ ആദ്യം ഫാത്തിഹ അയച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ മരിച്ച വീട്ടിലൊക്കെ ദുആ ചെയ്യാൻ വരുന്ന ഉസ്താദ്മാര് മരിച്ച ആളുടെ വാപ്പാക്ക് വേണ്ടി മാത്രമൊന്നല്ല പറയാ, ഒരു യാസീൻ ഓതും. ആ യാസീൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണ മെത്തേഡുകളൊന്നും ആലോചിച്ചൊക്കെ. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അദീം. എനിക്കൊരു പ്ലോട്ട് ഉണ്ട്, ഒരു വളപ്പ്, അത് കളക്കാൻ ഒരാളെ ഏൽപ്പിച്ച് 800 രൂപ കൂലിയും കൊടുത്ത അയാൾ എൻ്റെ 800 രൂപ വാങ്ങി അയാളെ വീട്ടിൽ പോയി കളച്ചാൽ എങ്ങനെ ഉണ്ടാവും?
അല്ലേ? മൊയിലാര് യാസീൻ ഓതിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഔസിൽ മിസ്സഫാ ഖറൈനാഹു മിനൽ ഖുർആനിൽ അദീം ഹാദിഹി ഹദിയത്തുൻ മിന്ന ഇല ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഓതിയത് പോലത്തെ ഒരു പ്രതിഫലം ആർക്ക് വേണം? റസൂലിലേക്ക്. പിന്നെ വഅല ആലിഹി വസഹബിഹി പിന്നെ മിനൽ ബദരിയീന വൽ ഉഹദിയീന വൽ ഖന്ദഖീന വസായിരി ശുഹദാ. അങ്ങനെ വന്നു വഇല ഹദറത്തി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വഇല ഹദറത്തി ശൈഖ് റിഫായി നാഗൂരി അജ്മീരി അർവാടി മുത്തുപേട്ടി അങ്ങനെയൊക്കെ പോയി. പിന്നെ കേരളത്തേക്ക് വന്നു. അങ്ങനെ പുത്തമ്പള്ളി അയിലക്കാടി അങ്ങനെ വന്നിട്ട് വഴിക്കടവി ഇനി ചക്കപ്പാടി അങ്ങനെ വന്നിട്ട് ജദ്ദിനാബ ജദ്ദാത്തിനാബ ഖാലിനാബ ഖാലാത്തിനാബ അമ്മിനാബ അമ്മാത്തിന വല്യപ്പന്മാര് വല്യമ്മമാര് എളാപ്പന്മാര് മൂത്താപ്പന്മാര് പള്ളി ദർസിൽ ഇങ്ങനെ ഷറ് പറയുമ്പോൾ പറയാം വൈൻ അലാന്ന പറയാം. അത് എത്ര ഉയർന്നാൽ എത്ര വല്യപ്പാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങളിത് മരിച്ചുപോയ ആൾക്ക് പ്രത്യേകിച്ചും അത് തന്നെ 3 ടൈപ്പിൽ ഓതും. ഒന്ന് പൈസ ഉള്ളവന്റെ വീട്ടിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അവിടെ ഐനോയിനെ എവിടുന്ന് വരികയെന്ന് പറയാൻ പറ്റൂല. വലല്ലാഹീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അങ്ങനെ പോവാ. പിന്നെ ഒരു മീഡിയം പൈസക്കാരനാണെങ്കിലോ വരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹിൻ യാസീൻ വൽ ഖുർആനിൽ ഒറ്റ പോക്കാൻ പറ്റ പാവപ്പെട്ടവന്റെ വീട്ടിലെങ്ങനെ ഓതാന്നറിയോ? വരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹിൻ യാസീനും ഇല്ല. ഇതുണ്ടോ ഇല്ല നാട്ടിൽ നടക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. മാതാങ്കുളത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു ദാരിമ എന്നോട് പറഞ്ഞതാണ് അത് ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നടക്കുന്നുണ്ട്. മൗലൂദ് ഓതുമ്പോഴും ഒരു സുവാലിനൊരു ജവാബ്, 2 സുവാലിനൊരു ജവാബ്, 7 സുവാലും കഴിഞ്ഞിട്ട് ഒരു ജവാബ് ചെല്ലണേ. അങ്ങനത്തെ മൗലൂദുകളുണ്ട്. അവർക്ക് ഉസ്താദന്മാർക്ക് ഓതണവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ഇതൊന്നും പൈസയുടെ മാനദണ്ഡത്തിലല്ല വേണ്ടേ, പൈസയുടെ മാനദണ്ഡത്തിലല്ല. അപ്പം ഇങ്ങനെ കുത്തുബി പി ഫാത്തി ഇങ്ങനെ അയച്ചു കൊടുത്ത പോലെ കുത്തുബിയത്തിലെ ഇപ്പൊ നമ്മൾ മൊയ്തി ഷെരീഫ് ഐഷോക്ക് കേട്ടില്ലേ? എന്ന ജിന്നു വർഗത്തിലെ ഔലിയാക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഇഹിം أحمر والتمريات وحسس لحكوش ميمون هدليات نستلستوش ميمون سنك شتى تشكوش أبيض شمهور الشزوبيا الذين آخذوا الله ونبيه سليمان عليه السلام. أري أحمر تمريات حسس لحكوش ميمون هدليات نستلستوش ميمون سنك شتى تشكوش أبيض شمهور الشزوبيا. 11 ജിന്നൗലിയാക്കൾക്ക് ഫാത്തിഹ അയച്ചു കൊടുക്കാൻ ഞാൻ കുത്തിരുന്ന് പഠിച്ചതാ. അതിനെ അതായത് ഇത് നമ്മളിതൊക്കെ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതൊക്കെ ഇവർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തു. എന്നിട്ട് മൊയ്തീനെ വിളിക്കങ്ങനെ الفواته والإخلاص مع خضيعها. ആര് ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 വട്ടം മുഹിയദ്ദീൻ ശൈഖിനെ വിളിച്ചോ? എങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതി ഇഖ്ലാസ് സൂറത്ത് ഓതി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ ശൈഖിനെ വിളിച്ചാൽ അജിബ്തുഹു മുസ്രിഅ മിൻ അജ്ലി ദഅവതിഹി. വിളിച്ചവനെ പെട്ടെന്ന് ഉത്തരം നൽകുന്ന മുഹിയദ്ദീൻ മാല പറഞ്ഞു വല്ല നീലത്തീന്നു എന്നെ വീളിപ്പോർക്ക് വായികൂടാതു തീരോ ചെയ്യും ഞാനെന്നോവർ. എവിടെന്ന് വിളിച്ചോ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരണ്ട് മുഹിയദ്ദീൻ മാല. 4 പതിറ്റാണ്ട് മുമ്പ് സമസ്തയുടെ മുഖപത്രം മുബാറക് മാസികയിൽ ചോദ്യം വന്നു, അങ്ങനെ വിളിച്ചാൽ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകാൻ മുഹിയുദ്ദീൻ ഇംഗ്ലീഷ് അറിയോ? ഏത് ഭാഷക്കാരൻ വിളിച്ചാലും ഷെയ്ഖിന്റെ പേരോ സൂചനകളോ ഉണ്ടാകുമല്ലോ. ഷെയ്ഖിന് മനസ്സിലാകും എന്നെയാ വിളിച്ചത്. ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടും, അല്ല ഷെയ്ഖിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, ഷെയ്ഖ് ഉത്തരം നൽകുന്നാൻ. എങ്ങനെ മലയാളത്തിൽ ആകാശവാണി ന്യൂസൊക്കെ കേട്ടു നമ്മുടെ ഹക്കീം കുട്ടയുടെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ വന്നു അടുത്ത സാധനം സംപ്രതി വാർത്ത ഹാഷിയന്താം പ്രവാചക ഭരതിവാനന്ദ സാഗരഹാം. അതിൻ്റെ ഇടയിൽ ഒരു ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇയാളിനിപ്പോൾ എന്ത് നോട്ടാണാവും നിരോധിക്കണേ. ഇനി വീണ്ടും സിയെ കൊണ്ട് നമുക്ക് എന്തോന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ സായിപ്പ് വിളിക്കണോ മുഹിയുദ്ദീൻ ഷേ പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ തമിഴ്നാട്ടുകാരൻ വിളിക്കേണ്ട ബഗ്ദാദിൽ മറയപ്പെട്ടവരെ കാപ്പാത്തുങ്കോ. അപ്പം മലയാളി വിളിക്കേണ്ട മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ. ഉടനെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടും, അള്ള ട്രാൻസ്ലേറ്റ് ചെയ്യും, വായ കൂടുന്നതിന് ഉത്തരം നൽകും മുഹിയുദ്ദീൻ മാല. അപ്പോൾ റിഫായി മാല പറഞ്ഞു അങ്ങനെയൊന്നും കിട്ടൂല. 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ
1000 വിളി ഒറ്റക്ക് വിളിക്കാൻ കുത്തുബിയത്ത് ഓതാൻ ഒരുപാട് ഉസ്താദ്മാർ വന്നു. പിന്നെ എങ്ങനെ ഒറ്റക്ക് ഓതാ? അപ്പോൾ ഉസ്താദ്മാർ പറഞ്ഞു നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. അങ്ങനെയാണ് കുത്തുബിയത്തിൻ്റെ ഇടയിൽ ലൈറ്റ് ഓഫ് ആക്കിയത്. പ്രിയമുള്ളവരെ, കള്ളിപ്പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടക്കുമ്പോൾ പൂച്ചൻ്റെ വിചാരം എന്താണെന്നറിയോ? ആരും കാണൂല എന്നാ. കണ്ണടച്ചപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ എല്ലാവരും ഒറ്റയിട്ട് അങ്ങനെ ഷെയ്ഖിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സ്നേഹവും കാണിച്ചില്ല. എന്താണെന്നറിയോ? യാ ഔസി യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഔസി യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്താണെന്നറിയോ? കയറിപ്പോവാനുള്ള ഒരു സിഗ്നലാ. അതങ്ങോട്ട് കിട്ടി. 1000ന്റെ വിളി 100 പോലും ആവണ്ട. പള്ളിയുടെ മിനാരത്തുമ്പോൾ നമ്മൾ അങ്ങനെ കേട്ടു. എന്താണ്? ആരനെ വിളിച്ചത്? മൊയ്തീൻ ഷെയ്ഖിനെ. ഉമ്മ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് മോനോട് പറഞ്ഞു, മോനെ വാപ്പതറ സിറ്റ് ഔട്ടിൽ നിന്ന് പത്രം വായിക്കണേ, വാപ്പാനെ ചായ കുടിക്കാൻ വിളിക്കാൻ. മോന് ഓടിപ്പോയിട്ട് ഓ, വാപ്പാനോട് എന്തൊരു സ്നേഹമുള്ള മോനാൻ, മഹബത്തുള്ള മോനാണ്. സ്നേഹം അതിരി കവിയാൻ ലോകത്തിൽ ആരും പറയൂല. ആ മോന വാപ്പാനോട് സ്നേഹമില്ല എന്ന് പറയാ. നമ്മൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച കോലം തന്നെ വളരെ മോശമായില്ലേ? അല്ലേ പ്രിയമുള്ളവരെ? ഇനി ഒറ്റ കാര്യം ഞാൻ പറയാം. ഇത് മാത്രമൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഷുമൂസുൽ അൻവാർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, KVM പന്താവൂരിൻ്റെ. അദ്ദേഹത്തിൻ്റെ മക്കൾ അൽഹംദുലില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരാണ്. അല്ലാഹു തആല അവരെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, അദ്ദേഹം ഈ ഷുമൂസുൽ അൻവാറിലൊക്കെ നിങ്ങൾക്ക് ദുബൈ പോകണം, അതിനൊക്കെ വഴിയുണ്ട്. 75 റുപ്യൻ്റെ പുസ്തകമാണ്. കള്ളി വരച്ചുള്ള പ്രാർത്ഥനകളാണ്. വലത് തൊടയിൽ വെച്ച് കിട്ടുക. ആരും കാണാതിരുന്ന പേപ്പറിൽ കള്ളി വരച്ച് പ്രാർത്ഥിച്ച് പേപ്പർ എഴുതി പൊന്തി നിൽക്കുമ്പോൾ അത് വലത് തൊടയിൽ വെച്ച് കെട്ടി ദുബൈ ലക്ഷ്യമാക്കി 3 കാലടി വെക്കുമ്പോൾ നിങ്ങൾ ദുബൈയിലേക്ക് എത്തുന്നത്. ഈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് തലക്കടിക്കണ്ടേ? ഇങ്ങനെ ടിക്കറ്റ് വില കൂടുന്ന ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും. ഇങ്ങനെ പലതും മുജാഹിദുകളെ പേടിച്ച് പുറത്തേക്ക് വരാത്തതാ. നേരത്തെ ഇവിടെ ധാർമ്മികതയുടെ വിഷയം, പെൺകുട്ടികൾ ഒളിച്ചോടുന്ന വിഷയം, സ്വർഗാനുരാഗത്തിന്റെ വിഷയം ഒക്കെ ഇവിടെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെട്ടവരെ വളക്കാനുള്ള മന്ത്രം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ ഈ പുസ്തകത്തിൽ. നമ്പർ വെച്ച് ഈ ചെക്കന്മാരോട് ഈ നമ്പറൊക്കെ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മോഹമുള്ള പെണ്ണിനെ വളക്കാന്നുള്ള ദിക്കറും നമ്പർ വെച്ചുള്ള പേപ്പർ പരിപാടിയും പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാണ് ഒറിജിനൽ ഷെയ്ഖ് എന്നറിയാൻ? ഇന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ ഭൂതം പോലെയാണ്. കാളിത്തള്ള വയനാട് പച്ചക്കുതിരക്ക് മേലെ കണ്ടൂത്രേ. സനദ് ലഈഫ, കാളിത്തള്ള ലൈസ ബിഖവിയ. ആ സനദ് നമുക്ക് പറ്റൂല, ഇല്ല. പിന്നെ ഡ്രൈവർ ഇല്ലാണ്ട് കാർ വന്നത്. ഇങ്ങനൊക്കെ കഥകൾ കേട്ട് എന്തിനേറെ സമസ്ത ഔദ്യോഗികമായി പുറത്തിറക്കിയ മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിൽ മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത് എന്താ പറയണമെന്നറിയോ? 26ാമത്തെ വരിയുണ്ട്. ദീൻ താൻ വിളിച്ചോവർ. മുസ്തഫൽ ഫൈസിയ പുസ്തകത്തിന്റെ ഓദർ. ഒരു വെള്ളിയാഴ്ച ദിവസം അബ്ദുൽ ഖാദർ ജീലാനി ചെരുപ്പില്ലാതെ നടന്നു വരികയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കാനായി കിടക്കുന്നുണ്ട്. ആ മനുഷ്യനെ തലോടുമ്പോ അയാൾ എഴുന്നേറ്റിരുന്നു. അയാൾ പറഞ്ഞു, എന്റെ പേര് ദീനുൽ ഇസ്ലാം, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, മരിക്കാനായി കിടന്നതാണ്, നിങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹിയുദ്ദീൻ എന്നാ. എന്നിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ദീനുൽ ഇസ്ലാം മനുഷ്യക്കോലം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളതാണെങ്കിൽ പ്രിയമുള്ളവരെ പഠിക്കണേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വഴിക്കും ഉമ്മ വഴിക്കും അപ്പ വഴിക്കും ബന്ധമുള്ള ആളാ. യസീദിന്റെ ഭരണകാലഘട്ടത്തെ ഭരണകൂടത്തോടുള്ള അസംതൃപ്തി കാരണോ അദ്ദേഹത്തിന്റെ വാപ്പ താമസം മാറുന്നത് കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിലാ. അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞ് ജനിക്കുന്നത്. സ്ഥലപ്പേരിനോട് ചേർത്ത് അബ്ദുൽ ഖാദർ ജീലാനി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ച് യതീമായ മകന് ഉമ്മ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയാ. 18 വയസ്സ് പൂർത്തിയാകുമ്പോ ദീന് പഠിക്കാനായി പറഞ്ഞേക്കുന്നത് എവിടേക്കാണെന്നറിയുമോ? 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്കാ. 2 അധ്യാപകരിൽ നിന്ന് അറബി ഭാഷയിൽ പഠനം നടത്തുന്നുണ്ട്. ഖുർആനിലും ഹദീസിലും പ്രാവീണ്യം നേടുന്നുണ്ട്. 26ാമത്തെ വയസ്സിലെ പഠനം പൂർത്തിയാക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്
അബ്ദുൽ ഖാദർ ജീലാനിയോട് പറയുന്നുണ്ട്, മോനെ, ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറഞ്ഞപ്പോ വിവാഹം കഴിക്കാത്ത 26കാരൻ ഇറങ്ങുകയാ. കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങൾ തീർക്കുകയാ. ലോകത്തിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുകയാണ്. ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാണ് മുഹിയദ്ദീൻ. പ്രിയമുള്ളവരെ, 52ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. 92ാമത്തെ വയസ്സിലാണ് വിട പറയുന്നത്. റബീഉൽ ആഖിർ 11 വൈകുന്നേരം വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചു. മരണത്തിന്റെ വേദന വന്നപ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് എന്തെങ്കിലും ഒരു വസിയത്ത് നൽകുമോ എന്ന് ചോദിക്കുമ്പോ അബ്ദുൽ ഖാദർ ജീലാനി പറയുന്നുണ്ട്, മോനെ, ആശ്രയം കാണാൻ അല്ലാഹനെ മാത്രമേ കാണാവൂ എന്ന, അല്ലാഹ്ക്കെതിരെ ഒരാളെയും നീ ഭയപ്പെടല്ലേ എന്ന് പറഞ്ഞ തൗഹീദിന്റെ അധ്യാപനങ്ങളാ എന്റെ പ്രിയമുള്ള ചക്കപ്പാടത്തുകാരോട്, മരുതയിലെ ജനങ്ങളോട് പറയാനുള്ളത്. അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബുകൾ ഏതാണെന്ന് നമുക്കറിയുമോ? നമ്മൾ പറയും മുഹിയദ്ദീൻ മാല, മുഹിയദ്ദീൻ മൗലിദ്. പ്രിയമുള്ളവർ, കോഴിക്കോട്ടെ ചോറ തന്നിൽ പീറന്നോവർ കോർവായിതൊക്കെയോ നോക്കിയെടുത്തോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദാണ് മുഹിയദ്ദീൻ മാല കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശിയാ കുത്തുബിയത്ത് സദഖത്തുല്ലാഹിൽ കാഹിരിയാണ് എഴുതുന്നത് എങ്കിൽ ഒറിജിനൽ ഷെയ്ഖിന്റെ കൈപ്പട കൊണ്ട് എഴുതിയ ഫതൂഹുർ റബ്ബാനി ഫതൂഹുൽ ഗൈബ്, മറ്റുള്ളവരെ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉനിയത്തു താലിബീൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മക്കയിലെ ഹജ്ജിനോ ഉംറക്കോ ചെല്ലുമ്പോ ചോദിക്ക്, ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെ വിലപ്പെട്ട ഗ്രന്ഥശാലകളിൽ 2 മുഹിയദ്ദീന്മാര ഒരു ഖുതുബിയത്ത് മേപ്പെട്ട് നോക്കൂ. എന്നാൽ ചോദിച്ചോ, ഫതൂഹുർ റബ്ബാനി ലഭ്യമാ? അതെന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത് എന്നറിയോ? മുജാഹിദുകളൊക്കെ ജനങ്ങളോട് പറയൂലോ, പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണെങ്കിൽ അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് ആയത്ത് ഓതി കൊടുക്കുമ്പോ അത് നിങ്ങൾ പറയണ അർത്ഥമല്ലേ എന്ന് പറയുന്നവര് മുഹിയദ്ദീൻ ഷെയ്ഖ് ഫതൂഹുർ റബ്ബാനിയിൽ പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. മുഹിയദ്ദീൻ ഷെയ്ഖാണ് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയൂലേ, ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാ, എന്നിട്ടും ഞങ്ങളിൽ ശിർക്ക് വരുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഫതൂഹുർ റബ്ബാനി പുതിയ പ്രിന്റ് 123, പഴയ പ്രിന്റ് കിതാബാണോ 153. മുഹിയദ്ദീൻ ഷെയ്ഖ് ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീഹി ഖൽബിക കമ്മിലാ, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ആരാധന്മാരെ പൂജിച്ചു വെച്ചുകൊണ്ട് കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകുൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞ പണ്ഡിതനാണ് അബ്ദുൽ ഖാദർ ജീലാനി. പിന്നെ നമ്മൾ പറയൂല, ഞങ്ങളൊക്കെ ഇസ്തിആസയാണ് ചെയ്യുന്നത്. ഫുതൂഹുൽ ഗൈബിലെ പേജ് നമ്പർ 136, ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ, ജീവിതത്തിന്റെ ഒരു അവസ്ഥകളിൽ അല്ലാഹു അല്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ.
ആ വാക്കെന്താണ്? ലാ തഷ്കുവന്ന, ലാ തഷ്കുവന്ന. കേട്ടു പരിചയമുണ്ടോ? ഇർതകബതു അലൽ ഖത്വാ വൈറാ ഹസിരിൻ വഅദദു ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. റസൂലേ, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. അതേ പദം ശൈഖ് പറയാ, അല്ലാഹുവല്ലാത്ത ആരോടും ആവലാതിപ്പെടല്ലേ. ഖുർആനിലെ സൂറത്ത് മുജാദില ഒന്നാമത്തെ ആയത്തിൽ ഖൗലാ ബിൻത് സഅലബ എന്ന് പറയുന്ന സ്വഹാബ വനിത അവലാതിപ്പെട്ടതാരോട്? വതഷ്തകീ ഇലല്ലാഹ്, അവർ അവലാതിപ്പെട്ടത് അല്ലാഹുവോടാ. മുഹിയുദ്ദീൻ ശൈഖ് പറയാണ്, ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം നൽകുന്നവനോ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അതുകൊണ്ട് അവനോട് മാത്രം ഇസ്തിആസ നടത്തൽ നിനക്ക് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഫദാലിക ഇശ്റാകും മിൻക ബിഹി, നിന്നിൽ നിന്ന് റബ്ബിനോട് ചെയ്യുന്ന ശിർക്കാണ് ആ ഇസ്തിആസ എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി. പ്രിയമുള്ളവരെ, നമ്മൾ ആ ശൈഖിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചില വിഷയങ്ങൾ, ശരീഅത്തിന്റെ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ ഒരു യഥാർത്ഥമായ ശൈഖാരാണെന്ന് പഠിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവർ, ഈ ചക്കപ്പാടത്തിന്റെ മണ്ണിലൂടെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ മുത്തുനബിയോട് ബദരീങ്ങളോട് തേടുന്നവരുണ്ടല്ലോ, അവരാരാണെന്ന് മനസ്സിലാക്കാ. അവരോട് സ്നേഹമുണ്ടോ? അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ചോ മുഴുവൻ അമ്പിയാക്കളുടെയും അവസാന കണ്ണിയായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ ഖുർആനിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന പോലുമില്ല. മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹ്. ഉസ്താദിന്റെ കയ്യിൽ പേപ്പർ കൊടുത്തോ, പേന കൊടുത്തോ, ഖുർആൻ കൊടുത്തോ ഒരു പ്രാർത്ഥന എഴുതി തരാൻ കഴിയോ? മുഴുവൻ പ്രാർത്ഥനയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തുടങ്ങി പ്രിയമുള്ളവരെ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വീട്ടിൽ കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമാണ്. റബ്ബിഹി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥനയും കാണാൻ സാധ്യമല്ല. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെയും സ്നേഹം പറഞ്ഞിട്ട് ഓരോ ദിനാഘോഷങ്ങളോ, ഇനി റമദാൻ വരാണ്, ബദരീങ്ങളോട് തേടുന്നവരോ. ഇക്കഴിഞ്ഞ ജനുവരി 14 കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് ഔലിയ ആണ്ട് നേർച്ച. ആരോട്? ഷെയ്ഖ് ഫരീദ് ഔലിയാട്. എന്തിനിവിടെ മലപ്പുറത്ത് വന്ന് പറയണേ? കോട്ടയം എറണാകുളം ജില്ലയുടെ ബോർഡറിലെ 30-ലധികം ബ്രാഞ്ചസുകളാണ്. പലയിടത്തും മകരമാസം 1-ാം തീയതി കൊടിയുയർത്തി ചക്കരച്ചോറ് വെച്ചു. മകരക്കൊയ്ത്ത്, ചക്കരച്ചോറ് പരസ്പരം ബന്ധങ്ങളാണ്, അല്ലേ? നാഗോരാണ്ടവൻ ബീരാൻ സാഹിബ് ഷാഹുല്ലമീദേ കാത്തിടണേ, കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ, ഔലിയ ഞങ്ങളെ കാത്തിടണേ. അതിന്റെ പ്രത്യേക പാട്ടും ആരവങ്ങളൊക്കെയാണ്. നിങ്ങൾ ആരെങ്കിലും അമർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ കാക്കണേ. ഇനി ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കള് അതിൽ പറയുന്നിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു, അല്ലേ? അങ്ങനെ ഏതെങ്കിലും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. ഇന്ന് ഏതെങ്കിലും, ഇതൊക്കെ നേരെ കേരളത്തിൽ പറയണേ, കാരണം അവിടെ പോയിട്ടൊരു പെട്ടി വെക്കാൻ പറ്റൂലല്ലോ. ഇതൊക്കെ ഞാനൊരു സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. സൗദി അറേബ്യ പോയി ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയിട്ട്
പറ്റിയിട്ട് പറയാൻ ഷേഖ്, ഈ ലോകമൊക്കെ നിയന്ത്രിക്കണ ആരാന്നറിയാം? ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന CM മടവൂരാൻ. അപ്പോൾ അറബി ചോദിക്കൂല, ഇന്ന് മജുനുയ സക്കാഫി, നമുക്ക് ഭ്രാന്തുണ്ടോ സക്കാഫി? ഇത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവർ തന്നെ. കാരണം എന്താ? ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. ഇങ്ങനെ ഔലിയാക്കളോട് തേട്, അവരോട് ചോദിക്കുക. അതൊന്നും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ പേരിലും നമ്മൾ കേട്ടിട്ടില്ല. അവരാണ് ലോകത്തിന് ഏറ്റവും വലിയ ഔലിയാക്കളെല്ലാട്ടും നമ്മൾ പറയണേ, ഖബറിൽ കിടക്കണവരല്ല. അവരുടെ പേരിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിന് ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയോട് തേടുന്നവരോട്, ബദരീങ്ങളോട് തേടുന്നവരോ, യമം ബിഹി ഹല്ലറദാ വഹമം ബിഹമ്മിൻ നകിദാ കുല്ലാദിയം മുസഞ്ചിദായ അഖില ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കള് എന്ന് ബദരീങ്ങളോട് തേടുന്നവരോട് ആരാ ബദരീങ്ങളെന്ന് പഠിക്കാ. എന്താണ് ബദറിന്റെ ആദർശം എന്ന് പഠിക്കാ. ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്ന് പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതിയെന്ന. ഇന്ന് പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല്, ഗാസയുടെ, റഫയുടെ, ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് പാതി ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് താഴെ പാതി മരിച്ച ശരീരമായി കുഞ്ഞുമോന് പറഞ്ഞു ഹസ്ബുനല്ലാഹ്. പ്രിയമുള്ളവരെ, അനശേഷക്കം വരുന്നില്ലാതെ ശരീരത്തിൽ നിന്ന് പച്ചയായി അവയം മുറിച്ചു മാറ്റുമ്പോ ആ ഫലസ്തീനി ബാലം പറഞ്ഞു ഹസ്ബി അല്ലാഹ്. മരിക്കാനായി കിടക്കുന്ന ജ്യേഷ്ഠനോട് അനിയം പറഞ്ഞു കൊടുക്കയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പാമ്പോമ്പുകളെ കൊണ്ട് തലയോട്ട് തകരപ്പെടുമ്പോ കയ്യിലുള്ള പിഞ്ചുമോന്റെ തലയുടെ പാതി കാണാനില്ല. ആ വാപ്പ വിരൽ ചൂണ്ടി പറഞ്ഞ വീഡിയോ കാണാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആദർശത്തിന്റെ ബലങ്ങൾ എവിടെയാണ് എൻ്റെ പ്രിയമുള്ളവര്? ബദറിന്റെ ഊശ്വര മരുഭൂമിയില് മൂന്നിരട്ടി വരുന്ന സൈന്യത്തോട് നേരിടാൻ പോകുമ്പോ അവര് പറഞ്ഞു ഹസ്ബുനല്ലാഹ്. പ്രിയമുള്ളവരെ, ബദർ പഠിക്കാ. അല്ല പറയാണ്, ഇത് യുഅശീകുമുൻ നുഗാസ അമനാ. സകലമാന സഹാബത്തിനെയും അല്ലാഹു ഉറക്കി കിടത്തുകയാ. പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാ. എങ്കില് ബദറിന്റെ രണഭൂമിയില് ഉറങ്ങാത്ത നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവിനോട്. കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരു കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ തേടിയത് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാര് വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന് പേടിയല്ല. ലം തുഅബദ അബദാ. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രിയമുള്ളവരെ, ആ ബദർ നടന്നത് ഇത് തസ്തഈസൂന റബ്ബഹും, അവരുടെ റബ്ബിനോടാ അവർ ഇസ്തിആസ ചെയ്തത്. 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തിലോട് കയ്യൊറ്റ പോയി, കാലറ്റ പോയി ബദറിന്റെ രണഭൂമിയിലോട് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് പ്രവാചകന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്താ. ബദറിന്റെ രണഭൂമിയിലെ ദ്വന്ദ്വ യുദ്ധത്തിലൂടെ ചതി നടക്കുകയാണ്. ഉബൈദത്തിന്റെ കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ സുഖം ദേനു ഉബൈദത്ത് എടുത്തത് അമ്മ ചോരിന്റെ വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീർ ഹബീബുള്ളാഹിന്റെ നേശ തീരു മുമ്പിൽ കിടത്തിക്കൊണ്ട്
അള്ളാന്റെ ഹബീബിന്റെ മടിത്തട്ടിലോട് കൊണ്ടുവന്ന് കിടച്ചുമ്പോ പ്രായാധിക്യം വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ബദർ യുദ്ധക്കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ, വിതുമ്പിക്കൊണ്ടുരൈ ത്വാഹ അനാ പൊന്മാനേ, ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാതത്തിന്റെ പൂവിനെക്കാളും പ്രശോഭിതമായ റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഉബൈദ എന്ത് പറ്റി ഉബൈദ എന്ന് ചോദിക്കുമ്പോ റസൂല് അവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാൻ മോഹിച്ചവനാ, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കിടന്ന് മരിച്ചാൽ ഷഹീദാകുമോ? അള്ളാന്റെ മുത്ത് റസൂല് പറയുന്നുണ്ട്, ഉബൈദ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലോട് സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനല്ല, അവര് പറഞ്ഞ മുത്തുനബിയോട് തേടുന്നവരോട് പ്രിയമുള്ളവര് ആ റസൂലുള്ളാഹിനെ പഠിക്കണ. സൂറത്തു ജിന്നിന്റെ 20-ാമത്തെ ആയത്തിലൂടെ കാണാ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടൂ എന്ന് പറഞ്ഞ നബിയാ. ആ റബ്ബിനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. പ്രിയമുള്ളവരെ, മക്ക എന്ന് പറയുന്നത് മണൽ തരികളല്ല, പാറ നിപുണമാണ് മക്കയെങ്കിലോ. അവിടെയാണ് അള്ളാന്റെ ഹബീബിനെ ചവിട്ടി മതിച്ചതെങ്കിലോ, അവിടെയാണ് പ്രവാചകന്റെ നൊമ്പരങ്ങൾ അനുഭവിച്ചതെങ്കിലോ. ചക്കപ്പാടത്തിന്റെ ആളുകളോട്, മരുതക്കാരോട്, എടക്കര നമുക്ക് വികാരമാണ്, ഈ മരുത നമുക്ക് വികാരമാണ്, ചക്കപ്പാടം നമുക്ക് വികാരമാണെങ്കിലോ പറന്ന് വീണ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവില് കഅബാലയത്തിന്റെ മുന്നിൽ വന്നു ലോകത്തിന്റെ പ്രവാചകനോ കണ്ണീരോടെ പറഞ്ഞ വാക്കെന്താ? അലിംതു അന്നക ഖൈറു അർളില്ലാ, എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തു പോകൂല. തിരിഞ്ഞു നോക്കുകയാണ് കഅബ. ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയുന്ന പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്ന് വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. എന്തിനാണ് റസൂലുള്ളാഹി അനുഭവിച്ച നൊമ്പരങ്ങള്? ത്വായിഫിന്റെ ജബലടുക്കുകളിൽ ഒരു സമാധാനം കാണാ. ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി കടന്നു വരുമ്പോ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോ റസൂലുള്ള പറയാ, ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്താ. കൂടെയുണ്ടായിരുന്ന സഹാബി പറയാണ്, ഒരു തുള്ളി ദാഹജലം പോലും തന്നില്ല നബിയേ. 600 ചിറകുകളോട് ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാ. ഈ ചിറക് കണ്ടോ? ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? അങ്ങൊരു വാക്ക് തന്നാൽ അതിന്റെ താഴെ അവരെ നാം നശിപ്പിക്കാമെന്ന് പറയുമ്പോ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാമതം സ്വീകരിക്കുന്നുവെങ്കിലോ അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ നൊമ്പരങ്ങൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബിയോട് സ്നേഹമുണ്ടോ?
എങ്കിൽ ആ നബിയോട് തേടാനില്ല. ആ റസൂല് പറഞ്ഞ അല്ലാ, അണ്ടഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാ, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാ, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാ, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് നമ്മളുടെ കരങ്ങളെ തിരിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമില്ല. എന്നെ പറ്റി എന്നെ അടിമ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്ക്, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്കുത്തരം നൽകും. സൂറത്ത് ബഖറ 186. എന്നോട് ചോദിച്ചു, ഞാൻ ഉത്തരം നൽകാം. സൂറത്ത് ആഫർ 60. നിങ്ങളുടെ നാടിഞരമ്പുകളെക്കാൾ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. 50-ാമത്തെയും സൂറത്ത് ഖാഫ് 16-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, ആ റബ്ബിന്റെ ആദർശത്തിൽ നിൽക്കാൻ, ആ റബ്ബിന്റെ ദീനിനെ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു അതുപോലെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. വാശിയോ വൈരാഗ്യങ്ങളോ ഒന്നുമല്ല, അവനവൻ്റെ ഖബറിൻ്റെ വിഷയമാണെന്ന് കരുതി പഠിക്കണമെന്ന് മാത്രം അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാൻ അള്ളാഹിൻ്റെ ദീന്, ഇവിടുത്തെ പരിമിതമായ പ്രവർത്തകരുടെ അധ്വാനം ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിച്ചിട്ടുണ്ട്. പഠിക്കണേ, അവനവൻ്റെ ഖബറിന് വേണ്ടി പഠിക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. എല്ലാം അറിയുന്ന അല്ലാ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.